നല്ല നെയ്യ് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഞാൻ സാധാരണയായിട്ട് നെയ്യൊക്കെ വാങ്ങിക്കുമായിരുന്നു പതിവായിട്ടോ. പക്ഷേ നാട്ടിൽ വന്നപ്പോൾ വിചാരിച്ചു നല്ല പാലൊക്കെ കിട്ടുന്നതുകൊണ്ട് എന്നാൽ പിന്നെ നെയ്യൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അതിനായിട്ട് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു ആ വീഡിയോയിൽ കണ്ട ഒരു ട്രിക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലിന് തിളപ്പിച്ചിട്ട് അതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഇതേമാതിരി പാടയൊക്കെ എടുത്ത് മാറ്റി നല്ലോണം പാടയൊക്കെ വരണമെങ്കിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലോ ഫാറ്റ് മിൽക്കുമായി നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് ഈ പാട മാറ്റുന്നത്. ഈ പാട നമുക്ക് ക്രീമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ആ പാടെ ഒരാഴ്ച ഓരോ ദിവസം എടുക്കുന്ന ആ പാടെ ആ പാത്രത്തിൽ തന്നെ മാറ്റി ഇതിനെ ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാത്രം നിറഞ്ഞു വന്നു. അപ്പോൾ ഇനി ഇതിനെ ഞാൻ തണുപ്പ് വിട്ടതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചു. എന്നിട്ട് ഒന്ന് തണുപ്പ് വിട്ടതിന് ശേഷം ചെയ്താൽ ഇല്ലെങ്കിൽ ഇതിന് പ്രോസസ്സിന് കുറേ ടൈം എടുക്കും. അപ്പോൾ നന്നായിട്ട് തണുപ്പൊക്കെ വിട്ടു ആ പാട. എന്നിട്ട് ഇതിനെ ഒന്ന് ഇതുമാതിരി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതൊരു വീഡിയോയിൽ കണ്ടമാതിരിയാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കുന്ന മാതിരി എനിക്ക് തോന്നി. ഈ പ്രോസസ്സിങ്ങിന് സാധാരണ നമ്മൾ അമ്മയൊക്കെ നെയ്യ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വെണ്ണയൊക്കെ എടുത്ത് മാറ്റിയൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ക്രീമിൽ നിന്നാണ് നെയ്യ് ആക്ച്വലി ഉണ്ടാക്കുന്നത് കേട്ടോ. അതിങ്ങനെ ചേഞ്ചായി ക്രീമിൻ്റെ ടെക്സ്ചർ ചേഞ്ചായി ഇതങ്ങനെ വന്നതായിരുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ വരാൻ തുടങ്ങും കേട്ടോ. നല്ല ഫ്ലേവർ വന്ന് നമ്മുടെ ഇതിലുള്ള ക്രീമിലുള്ള ഇതിനെ കക്കൻ എന്നാണ് ഞങ്ങളുടെ അവിടേക്ക് ഇതിൻ്റെ അടിയിലുള്ള സാധനത്തിനെ പറയുക. ഒരു ബ്രൗണായി ഒരു ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ നല്ല ഫ്ലേവർ വരുമ്പോൾ അതിനെ ഓഫ് ഇതൊന്ന് തണുക്കാൻ വെച്ചു കേട്ടോ. തണുക്കാൻ വെച്ചപ്പോൾ എനിക്ക് നെയ്യിനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷെ ഊറ്റി നോക്കിയപ്പോഴാണ് എനിക്കൊരു ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇതിന് കക്കൻ ഒരുപാട് കൂടുതലാണ്. അമ്മ വെണ്ണ ഉണ്ടാക്കുന്നതിനേക്കാൾ കക്കനാണ് ഇതിൽ വേസ്റ്റേജ് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെ ക്രീം ഉണ്ടാക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഫോളോ ചെയ്യേണ്ട വെച്ചു. പക്ഷെ നെയ്യ് നല്ല സൂപ്പർ തന്നെയായിരുന്നു, അല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇതിൽ വേസ്റ്റേജ് കൂടുതലായിട്ട് തോന്നി കേട്ടോ. അതുമാത്രമല്ല ഈ കക്കനെ കുറച്ച് പുളിയും കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഈ രീതിയല്ല, ഞാൻ വേറൊരു രീതിയിലും കൂടി ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ ഈ രീതി അത്ര ഫോളോ ചെയ്യാൻ സുഖമായിട്ട് തോന്നിയില്ല കേട്ടോ.